ഹായ് സ്റ്റുഡൻസ്, കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് 1 കെമിസ്ട്രി രണ്ടാമത്തെ യൂണിറ്റായ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക. റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഇത് ആറ്റത്തിൻ്റെ രണ്ടാമത്തെ മോഡലാണ്. ഒന്നാമത്തെ മോഡൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ജെ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ രണ്ടാമത്തെ മോഡൽ കണ്ടെത്തുന്നത് 1911 റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് വഴിയാണ് അത് കണ്ടെത്തുന്നത്. എങ്ങനെയാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് നടത്തിയത്? ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു തിൻ ഗോൾഡ് ഫോയിൽ എടുത്തിരിക്കുകയാണ്. വളരെ കനം കുറഞ്ഞ ഒരു ഗോൾഡിൻ്റെ തകിടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തിവിടുകയാണ്. അതായത് ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ ഈ ഗോൾഡ് ഫോയിലിനകത്തു കൂടി കടത്തി വിടുകയാണ്. ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും സർക്കുലാർ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സർക്കുലാർ സ്ക്രീൻ. ഈ സർക്കുലാർ സ്ക്രീനിൻ്റെ ഇന്നർ വോളിൽ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോസ്ഫറസൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് സിങ്ക് സൾഫൈഡാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ഫ്ലൂറസൻ്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തിരിക്കുന്ന സർക്കുലർ സ്ക്രീനിൽ ആൽഫ പാർട്ടിക്കിൾസ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ആൽഫ പാർട്ടിക്കിൾസിനെ ഗോൾഡ് ഫോയിലിനുള്ളിൽ കൂടി കടത്തിവിടാൻ അനുവദിക്കുകയും ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി ഗോൾഡ് ഫോയിലിന് ചുറ്റും സർക്കുലർ സ്ക്രീൻ കോട്ടഡ് വിത്ത് സിങ്ക് സൾഫേറ്റ് വെച്ചിരിക്കുകയാണ്. ഈ എക്സ്പെരിമെൻ്റ് അദ്ദേഹം കണ്ടക്ട് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടത് പ്രധാനമായും 3 ഒബ്സർവേഷൻസാണ്. ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. അതായത് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഭാഗത്താണ് കൂടുതലും ഗ്ലോ ചെയ്യുന്നത്. അതായത് കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലിനകത്തുകൂടി യാതൊരു വ്യതിചലനവുമില്ലാതെ ഡിഫ്ലക്ഷനുമില്ലാതെ കടന്നു പോകുന്നു. അതാണ് ഈ ഭാഗത്ത് കൂടുതൽ ഗ്ലോ ചെയ്യുന്നതായി അദ്ദേഹം കണ്ടത്. രണ്ടാമത് കണ്ട ഒബ്സർവേഷൻ എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വെയർ ഡിഫ്ലക്റ്റഡ് ത്രൂ സ്മോൾ ആംഗിൾ. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിളിൽ വ്യതിചലിക്കുന്നു. അതായത് ഇവിടെ നോക്കി കാണാൻ സാധിക്കുക ഈ ഭാഗത്ത് സർക്കുലാർ സ്ക്രീൻ ഗ്ലോ ചെയ്യുന്നതായിട്ട് കണ്ടു, അതുപോലെ ഇവിടെയും ഗ്ലോ ചെയ്യുന്നതായിട്ട് കണ്ടു. അതായത് നേരെ പോകുന്ന ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ രീതിയിൽ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് കൊളൈഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് സർക്കുലർ സ്ക്രീനിൽ ഇവിടെ ഈ ഭാഗത്ത് ഗ്ലോ ചെയ്യുന്നത് അദ്ദേഹം കണ്ടത്. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാമത് കണ്ട ഒബ്സർവേഷൻ എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വെയർ ഡിഫ്ലക്റ്റഡ് ബാക്ക്. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബാക്ക്, അതായത് ഗോൾഡ് ഫോയിൽ തട്ടി തിരിച്ചു പോരുന്നു. അത് ഇവിടെ കാണാൻ സാധിക്കുന്ന ചില ആൽഫ പാർട്ടിക്കിൾസ് ഇവിടെ വന്ന് തിരിച്ചു വന്ന് ഈ സർക്കുലർ സ്ക്രീനിൽ കൊളൈഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ റൂദർഫോർഡ് കണ്ടെത്തിയ പ്രധാന 3 ഒബ്സർവേഷനുകൾ. അങ്ങനെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന നിഗമനങ്ങൾ വഴി റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം സജസ്റ്റ് ചെയ്യണം. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഭൂരിഭാഗം സ്ഥലവും എംപ്റ്റിയാണ്, ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ ചിത്രം നോക്കുക. ഇവിടെ ഈ ബ്ലൂ പാർട്ടിക്കിൾസായി കാണിച്ചിരിക്കുന്നത് ഗോൾഡിൻ്റെ ആറ്റങ്ങളാണ്. അതായത് ഈ ഗോൾഡ് ഫോയിലിനകത്തുള്ള ഗോൾഡിൻ്റെ ആറ്റങ്ങളെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ആറ്റങ്ങളുടെ ഉള്ളിൽ കൂടി ആൽഫ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട മെയിൻ ഒബ്സർവേഷൻ കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലിനകത്തു കൂടി യാതൊരു ഡിഫ്ലക്ഷനും ഇല്ലാതെ കടന്നു പോകുന്നു. ഇതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം ആറ്റത്തിൻ്റെ ഉള്ളിൽ ഭൂരിഭാഗം സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ്. അതാണ് ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ മാസ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ വെരി സ്മോൾ റീജിയൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ആറ്റം നോൺ ആസ് ന്യൂക്ലിയസ്. ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഒബ്സർവേഷനായി നമ്മൾ പറഞ്ഞത് ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ത്രൂ സ്മോൾ ആംഗിൾസ്. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണ്? നമുക്കറിയാം ഈ ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്.
പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് ആറ്റത്തിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഏതോ ഒരു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ അടുത്തെത്തുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആറ്റത്തിൻ്റെ അകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള ആ പാർട്ടിക്കിളിനെ അദ്ദേഹം വിളിച്ച പേരാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ മാസും പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ മാസ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഓഫ് എൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ വെരി സ്മോൾ റീജിയൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ആറ്റം നോൺ ആസ് ന്യൂക്ലിയസ്. അതിൽ തന്നെ പറയുന്നുണ്ട് ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ടു സ്മോൾ കമ്പയർ ടു ദ സൈസ് ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ വളരെ ചെറുതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിനകത്തുകൂടി കടന്നു പോയപ്പോൾ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിളാണ് ഡിഫ്ലക്റ്റഡ് ബാക്ക്. അതായത് 20,000 ആൽഫ പാർട്ടിക്കിൾസൊക്കെ കടന്നു പോകുമ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിളാണ് ഡിഫ്ലക്റ്റഡ് ബാക്ക് തിരിച്ചു വരുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. സൈസ് വലുതായിരുന്നുവെങ്കിൽ കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസ് തിരിച്ചു വന്നേനെ. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ പോയിൻ്റ് എന്താണ്? ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ടു സ്മോൾ കമ്പയർ ടു ദ സൈസ് ഓഫ് ദ ആറ്റം. മൂന്നാമത്തെ പോയിന്റ്, ദ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ് ദാറ്റ് മൂവ് അറൗണ്ട് ന്യൂക്ലിയസ് വിത്ത് വെരി ഹൈ സ്പീഡ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും വളരെ വേഗത്തിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ സോളാർ സിസ്റ്റത്തിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് പോലെ ആറ്റത്തിനകത്ത് ഒരു പോസിറ്റീവ് ചാർജുള്ള സെൻറ്റർ ഉണ്ടെന്നും അതിനെ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുക. ആ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിനെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, സോളാർ സിസ്റ്റത്തിനോട് സമാനമാണ് അങ്ങനെ വിളിക്കാൻ കാരണം. നാലാമത്തെ പോയിന്റ്, ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ഇസ് ബാലൻസ്ഡ് ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ റിവോൾവിംഗ് ഇലക്ട്രോൺ. അതായത് ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിനെ അതിനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് അവ തമ്മിൽ അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു വസ്തുവിന് ചുറ്റും മറ്റൊരു വസ്തു കറങ്ങുമ്പോൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മീതെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ നിലനിർത്തുന്നത്. ആറ്റോമിക് നമ്പർ സെഡ് എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുക. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ആറ്റം ന്യൂട്രൽ ആയതുകൊണ്ട്, ഇപ്പോൾ ന്യൂട്രൽ ആറ്റത്തിലാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമാവും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം ഈസ് ഓൾസോ കോൾഡ് ആറ്റോമിക് നമ്പർ. ഇവിടെ ചിത്രത്തിൽ ഹീലിയാണ് കൊടുത്തിരിക്കുന്നത്. ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അത് ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം ഹീലിയം ആറ്റത്തിൻ്റെ ഉള്ളിൽ 2 പ്രോട്ടോണുകളുണ്ട്. ആ പ്രോട്ടോണുകളാണ് ഇവിടെ റോസ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസുകൾ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നു. അതിവിടെ റിവോൾവ് ചെയ്യുന്നു. ഇനി മാസ് നമ്പർ എ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുക. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. ആറ്റത്തിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാസ് നമ്പർ കിട്ടണമെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് നമ്പർ കിട്ടും. ഇപ്പോൾ ഇവിടെ ഹീലിയത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? 4 ആണ്. അത് സാധാരണ കാണിക്കുക ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലാണ് മാസ് നമ്പർ കാണിക്കുക. ഇനി ഈ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ന്യൂട്രോണുകളുടെ എണ്ണം നമുക്ക് കാണാം. എങ്ങനെയാണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണാനുള്ള ഫോർമുല മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. അപ്പോൾ ഒരു ഇലമെൻറ്റിൻ്റെ മാസ് നമ്പറിൽ നിന്നും അതിൻ്റെ ആറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 6C4. ഇപ്പോൾ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്, മാസ് നമ്പർ 14 ആണ്. ഇതിൽ നിന്നും ഇതിലുള്ള പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കണ്ടെത്താം. പ്രോട്ടോണുകൾ എത്രയാണ്? 6 ആണ്. അതായത് ആറ്റോമിക് നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണമാണ് 6. ഇലക്ട്രോണുകൾ എത്രയാണ്? ഇലക്ട്രോണുകൾ 6 ആണ്. കാരണം ഈ ആറ്റം ന്യൂട്രലാണ്, പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ്. അപ്പോൾ ഇലക്ട്രോൺസും 6 ആണ്. ന്യൂട്രോൺസ് കിട്ടണമെങ്കിൽ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറയ്ക്കണം. അതായത് 14 - 6. അപ്പോൾ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം 8 എന്ന് കിട്ടും. ഇനി നോക്കാം, ഇവിടെ 11 സോഡിയം 23 പ്ലസ് അയോൺ.
ഇത് ഒരു പോസിറ്റീവ് അയോണാണ്, സോഡിയത്തിൻ്റെ പോസിറ്റീവ് അയോണാണ്. അതിൻ്റെ ആറ്റോമിക് നമ്പറാണ് 11, മാസ് നമ്പറാണ് 23. അപ്പോൾ ഇതിലുള്ള പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എങ്ങനെ കാണാം? ഇവിടെ പ്രോട്ടോണുകൾ 11 ആണ്, 11 പ്രോട്ടോണുകളുണ്ട്, കാരണം ആറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോണുകൾ ഇവിടെ 11 അല്ല, കാരണം സോഡിയം ഇവിടെ പോസിറ്റീവ് ചാർജിൽ അയോണായിട്ടാണ് നിൽക്കുന്നത്, ന്യൂട്രൽ ആയിട്ടില്ല. എങ്ങനെയാണ് സോഡിയം പോസിറ്റീവ് ചാർജിൽ അയോണായിട്ട് മാറുന്നത്? Na+1 ആയി മാറുന്നത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താലാണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം കാണണമെങ്കിൽ 11 നിന്നും 1 കുറയ്ക്കണം. അപ്പോൾ 11 എന്ന് പറയുന്നത് ആകെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം, അതിൽ നിന്നും 1 കുറയ്ക്കണം. പോസിറ്റീവ് ചാർജിൽ അയോണാണ്, അപ്പോൾ നമുക്ക് 10 ആണ് കിട്ടുക. ന്യൂട്രോണുകളുടെ എണ്ണം കാണണമെങ്കിൽ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ, അതായത് 23 മൈനസ് 11 12 ന്യൂട്രോണുകൾ കാണാം. ഇനി നോക്കുക 8O16 2-. ഇവിടെ ഓക്സിജൻ 2- എന്ന് പറയുന്ന അയോണായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ 8 ആണ് ആറ്റോമിക് നമ്പർ, 16 ആണ് മാസ് നമ്പർ. നമുക്ക് പറയാം പ്രോട്ടോണുകളുടെ എണ്ണം ഇതിലെത്ര ഉണ്ട്? 8 ആണ് പ്രോട്ടോണുകളുടെ എണ്ണം. ഇലക്ട്രോണുകളുടെ എണ്ണം കാണണമെങ്കിൽ ഈ 8നോട് കൂടി 2-. എങ്ങനെയാണ് ഓക്സിജന് 2- ചാർജ് കിട്ടുക? 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്താലാണ്. അപ്പോൾ ഈ 8നോട് കൂടി 2 ഇലക്ട്രോൺസ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ് വരിക. ന്യൂട്രോണുകളുടെ എണ്ണം കാണണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കണം. 16 - 8, അപ്പോൾ 8 ആണ് വരിക. ഇനി ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഐസോടോപ്സ്, ഐസോബാർ, ഐസോട്ടോൺസ്. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവിങ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഒരു ഇലമെൻറ്റിൻ്റെ ആറ്റങ്ങൾ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും വരുന്ന ഒരു ഇലമെൻറ്റിൻ്റെ ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം 1H1 അതിനെ പ്രോട്ടിയം എന്ന് വിളിക്കുന്നു, 1H2 ഡ്യൂട്ടീരിയം എന്ന് വിളിക്കുന്നു, 1H3 ട്രീഷ്യം എന്ന് വിളിക്കുന്നു. ഇത് മൂന്നും ഐസോടോപ്പുകളാണ്. ഇവിടെ നോക്കുക, ഇവിടെ എലിമെൻറ്റ് ഹൈഡ്രജൻ തന്നെയാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന എലിമെൻറ്റിൻ്റെ വിവിധ ആറ്റങ്ങളാണിത്. നോക്കി, താഴെ കാണുന്ന ആറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷേ മുകളിൽ കാണുന്ന മാസ് നമ്പർ വ്യത്യസ്തമാണ്. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. പ്രോട്ടിയത്തിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും. ഇത് ഡ്യൂട്ടീരിയം ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഒരു ഇലക്ട്രോണും. ഇത് ട്രീഷ്യത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ട്രീഷ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്താണുള്ളത്, ഇലക്ട്രോൺസ് ഒരെണ്ണമുണ്ട്, അത് റിവോൾവ് ചെയ്യുന്നത് കാണാം. അതുപോലെ പ്രോട്ടോണും ഒന്നെന്നേ ഉള്ളൂ, പക്ഷേ അതിന് മാസ് നമ്പർ 3 ആണ്. ഇനി ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവിങ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പർ. വ്യത്യസ്ത എലമെൻറ്റുകളുടെ ആറ്റങ്ങളാണ്, മാസ് നമ്പർ സെയിം ആണ്, എന്നാൽ ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, 6C14 and 7N14. ഇത് രണ്ട് വ്യത്യസ്ത എലമെൻറ്റുകളാണ്. ഒന്ന് കാർബണാണ്, ഒന്ന് നൈട്രജനാണ്. പക്ഷേ രണ്ടിൻ്റെയും മാസ് നമ്പർ നോക്കി സെയിം ആണ്, 14 ആണ്. പക്ഷേ ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്തിനു വിളിക്കുക? ഐസോബാർസ് എന്ന് വിളിക്കുന്നത്. ഐസോട്ടോൺസ്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായി വരുന്ന വിവിധ എലമെൻറ്റുകളുടെ ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ 6C13 7N14. ഇപ്പോൾ ഇവിടെ കാർബണിലെ ആറ്റോമിക് നമ്പർ 6 ആണ്, നൈട്രജൻ ആറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്, അതുപോലെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. പക്ഷേ രണ്ടിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും? തുല്യമാണ്. അതിലിവിടെ 13 - 6 7 ന്യൂട്രോൺസ് ഉണ്ട്. നൈട്രജനിലോ 14 - 7 ഇവിടെ 7 ന്യൂട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ഐസോട്ടോണുകളാണ്. മറ്റ് എക്സാമ്പിൾ നോക്കാം, 8O16 7N15. 8O16 മാസ് നമ്പർ 16 ആണ്, ആറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ 16 - 8, അതായത് 8 ന്യൂട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി 7N15 അവിടെ മാസ് നമ്പർ 15 ആണ്, ആറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ 15 - 7, അതായത് ഇവിടെ 8 ന്യൂട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഐസോട്ടോണുകളാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, വൈദ്യുത കാന്തിക വികിരണങ്ങൾ. ജെയിംസ് മാക്സ്വെൽ എന്ന സയൻറ്റിസ്റ്റ് 1870 ആണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്തത് ഇലക്ട്രിക്കലി ചാർജഡായിട്ടുള്ളൊരു പാർട്ടിക്കിളിനെ വളരെ വേഗത്തിൽ മൂവ് ചെയ്യിപ്പിക്കണം. വെൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് അണ്ടർ ആക്സലറേഷൻ, ഒരു ആക്സലറേഷൻ കൊടുത്തുകൊണ്ട് ഇലക്ട്രിക്കലി ചാർജ്ഡായിട്ടുള്ള പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ അവിടെ ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവുകയും അവ വേവിൻ്റെ രൂപത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കണ്ടു. അതിനെയാണ് അദ്ദേഹം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡും
ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡുമാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലറായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന വേവിൻ്റെ രൂപത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിനെയാണ് നമ്മൾ എന്തിനു വിളിക്കുക? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വിളിക്കുക. എക്സാമ്പിൾ ഏതാണ്? ഇപ്പോൾ നമുക്കറിയാം ലൈറ്റ്, എക്സ് റേസ്, അൾട്രാ വയലറ്റ് റേസ്, ഇൻഫ്രാറെഡ് റേസ്, ഇതെല്ലാം തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് നമ്മൾ തരംഗദൈർഘ്യം എന്ന് പറയും. ലാംഡ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ക്രസ്റ്റ്സ് ഓർ അഡ്ജസൻറ്റ് ട്രഫ്സ്. അതായത് ഈ കാണുന്നതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു വേവിലുള്ള ക്രസ്റ്റുകളാണ് ഈ കാണുന്നത്. അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരത്തിനെ, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരത്തിനെ, ഇതിനെയാണ് ഈ താഴോട്ട് കാണുന്നതാണ് ട്രഫ്. ഇതാണ് ട്രഫ്. ഈ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഈ വേവ് ലെങ്ത് സാധാരണ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ എന്നീ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുക. രണ്ടാമത്തെയാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആവർത്തി എന്ന് പറയും. അതിനെ ന്യൂ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് വേവ്സ് പാസ്ഡ് ത്രൂ എ പോയിൻ്റ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു നിശ്ചിത പോയിന്റിൽ കൂടി കടന്നു പോകുന്ന വേവുകളുടെ എണ്ണത്തിനെയാണ് ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഇവിടെ എന്താണ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നാലാണ് വേവ് ആവുക. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തിയാൽ ഒരു വേവായി. ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നാൽ ഒരു വേവായി. അങ്ങനെ ഒരു സെക്കൻഡിൽ ഒരു നിശ്ചിത പോയിന്റിൽ കൂടി കടന്നു പോകുന്ന വേവുകളുടെ എണ്ണത്തിനെയാണ് ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഹെഡ്സ്, HZ എന്നാണ് ഡിനോട്ട് ചെയ്യുക. മൂന്നാമതാണ് വെലോസിറ്റി. വെലോസിറ്റി C എന്ന ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുക. അതായത് പ്രവേഗം എന്ന് പറയും. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ പ്രവേഗം. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ഒരു വേവ് യാത്ര ചെയ്ത ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് വിളിക്കുക? വെലോസിറ്റി എന്ന് വിളിക്കുക. വെലോസിറ്റി യൂണിറ്റ് എന്താണ്? നമുക്കറിയാം, മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഈ വേവ് ലെങ്ത് ലാംഡ, ഫ്രീക്വൻസി ന്യൂ, വെലോസിറ്റി C, ഇത് മൂന്നും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാവുന്നതാണ് C = ന്യൂ ലാംഡ. C എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ന്യൂ വേണമെങ്കിൽ കാണാൻ ന്യൂ = C/λ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ന്യൂ കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊന്നുകൂടി ഉണ്ട്, വേവ് നമ്പർ. വേവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത്തിലുള്ള വേവ് ലെങ്ത്തുകളുടെ എണ്ണത്തെയാണ് വേവ് നമ്പർ എന്ന് വിളിക്കുക. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിന് ന്യൂ ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതായത് ന്യൂ എന്നിട്ട് അതിന് മുകളിൽ ഒരു വര, ന്യൂ ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. അത് വേവ് ലെങ്ത്തിൻ്റെ വ്യുൽക്രമാണ്. അതിൻ്റെ യൂണിറ്റ് cm⁻⁻1 ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. The arrangement of electromagnetic radiations in the increasing order of wavelength is called electromagnetic spectrum. നമ്മൾ പഠിച്ചു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസായി ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ് റേസ്, ഇൻഫ്രാറെഡ് റേസ്, അങ്ങനെ തുടങ്ങി ധാരാളം റേസ് ഉണ്ട്. ഈ റേസുകളെ അവയുടെ വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇവിടെ ഗാമ റേസിനാണ് വേവ് ലെങ്ത് ഏറ്റവും കുറവ്, എന്നാൽ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ എക്സ് റേസിന് വേവ് ലെങ്ത് ഗാമ റേസിനേക്കാൾ കൂടുതലാണ്, എന്നാൽ ഫ്രീക്വൻസി ഗാമ റേസിനേക്കാൾ കുറവാണ്. അത് കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് റേസ്, പിന്നെ വിസിബിൾ റേസ്, ഇതാണ് വിസിബിൾ റീജിയൻ. അത് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് റേസ്, മൈക്രോവേവ് റേസ്, റേഡിയോ വേവ്സ്, ലോങ് റേഡിയോ വേവ്സ്. അങ്ങനെ വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറിൽ ഈ റേഡിയേഷൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇവിടെ ഗാമ റേസിനാണ് വേവ് ലെങ്ത്ത് ഏറ്റവും കുറവ്, എന്നാൽ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ. റേഡിയോ വേവ്സിനാണ് വേവ് ലെങ്ത്ത് ഏറ്റവും കൂടുതൽ, എന്നാൽ ഫ്രീക്വൻസി ഏറ്റവും കുറവ്. ഈ കാണുന്ന വിസിബിൾ റീജിയനിൽ നമുക്കറിയാം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇതാണ് വരുന്നത്. ഇതിൽ വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറാണ് കാണുന്നത്. അതായത് വേവ് ലെങ്ത്ത് ഏറ്റവും കുറവ് 400 നാനോമീറ്റർ വയലറ്റിനാണ്. വേവ് ലെങ്ത്ത് ഏറ്റവും കൂടുതൽ 750 നാനോമീറ്റർ റെഡിനാണ്. ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി
ഏറ്റവും കൂടുതൽ വയലറ്റിനും ഫ്രീക്വൻസി ഏറ്റവും കുറവ് റെഡിനുമായിരിക്കും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഹെഡ്സ് എന്ന സയൻറ്റിസ്റ്റാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടെത്തുന്നത്. ഇതാണ് അതിൻ്റെ ചിത്രം. അതിന് അദ്ദേഹം ചെയ്തത് ഒന്നാമത്തെ ഗ്രൂപ്പ് മെറ്റൽസ് ആയിട്ടുള്ള പൊട്ടാസ്യം, സീഷ്യം തുടങ്ങിയ മെറ്റലുകളെയാണ് ഉപയോഗിച്ചത്. ആ മെറ്റലിനെ ഇവിടെ ഒരു വാക്വം ചേമ്പറിനകത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നൊരു വാക്വം ചേമ്പറാണ്. അതിനകത്ത് ഈ മെറ്റലിനെ കണക്ട് ചെയ്തിരിക്കുക. അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ആ ഡിറ്റക്ടറിനെ അമ്മീറ്റർ വഴി ഒരു ബാറ്ററി സോഴ്സുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മെറ്റലിൻ്റെ സർഫസിൻ്റെ മുകളിലേക്ക് ഒരു പ്രത്യേക ഫ്രീക്വൻസിയുള്ള ലൈറ്റിനെ പതിപ്പിക്കണം. അങ്ങനെ ഈ ലൈറ്റ് വന്ന് ഈ മെറ്റലിൻ്റെ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ എജക്റ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ആ ഒരു പ്രതിഭാസത്തിനാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ദ ഫിനോമിനൻ ഓഫ് എജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് മെറ്റൽ വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുന്നത് സാധാരണ ആൽക്കലി മെറ്റലുകളിൽ നിന്നാണ്. ആൽക്കലി മെറ്റൽസ് ഇപ്പോൾ സീഷ്യം, പൊട്ടാസ്യം ഇത്തരത്തിലുള്ള മെറ്റലുകളുടെ പ്രത്യേകത അവയ്ക്ക് അയോണൈസേഷൻ എനർജി വളരെ കുറവാണ്. അങ്ങനെ അയോണൈസേഷൻ എനർജി കുറവുള്ള ഒന്നാമത്തെ ഗ്രൂപ്പ് മെറ്റൽസാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നത്. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടന്നപ്പോൾ അദ്ദേഹം കണ്ട പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസാണ് പറയുന്നത്. ഒന്ന്, ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് എജക്റ്റഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതായത് ഈ മെറ്റലിൻ്റെ സർഫസിൽ നിന്നും ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഈ മെറ്റലിൻ്റെ മുകളിൽ വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഈ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി ഗതികോർജം കൂടും. രണ്ടാമത്തെ ഒബ്സർവേഷൻ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, ഇത് ഒരു ഇലമെൻറ്റിൻ്റെ ആറ്റോമിക് സ്ട്രക്ചറാണ്. അതായത് സെൻറ്ററിൽ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ഇലക്ട്രോണിൻ്റെ മീതേക്ക് ഒരു പ്രത്യേക ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് പതിക്കുകയാണ്. ഈ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടും. അത് രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ ലൈറ്റ് ഈ ഇലക്ട്രോണിനെ വന്ന് ഇടിക്കുമ്പോൾ അത് അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് തെറിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തെറിച്ചു പോകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. മൂന്നാമത്തെ ഒബ്സർവേഷൻ, ഇലക്ട്രോൺസ് ആർ ejected ഫ്രം എ മെറ്റൽ ഓൺലി if the radiation falling on it has minimum frequency. This is called threshold frequency. അതായത് ഓരോ മെറ്റലിനും ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് പതിച്ചാൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുള്ളൂ. അതായത് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഓരോ മെറ്റലിനും ഉണ്ടായിരിക്കുന്ന മിനിമം ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഒന്നുകൂടി പറയുന്നു, ഓരോ മെറ്റലിനും ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ഈ മെറ്റലിമോ വന്ന് കൊളൈഡ് ചെയ്താൽ മാത്രമേ അവിടെ ഇലക്ട്രോൺസുകൾ എജക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു മെറ്റലിനുണ്ടായിരിക്കുന്ന മിനിമം ഫ്രീക്വൻസിയാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട് പൊട്ടാസ്യം എന്ന് പറയുന്ന മെറ്റലിൻ്റെ ത്രഷോൾഡ് ഫ്രീക്വൻസി 5 × 10⁻14 ഹെഡ്സ് ആണ്. ഇതിനർത്ഥം പൊട്ടാസ്യം മെറ്റലിനെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യണമെങ്കിൽ 5 × 10⁻14 ഹെഡ്സിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് പതിക്കണം. അതിനേക്കാൾ കുറവ് ഫ്രീക്വൻസിയുള്ള ലൈറ്റ് പൊട്ടാസ്യം വന്ന് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കില്ല. ദ മിനിമം എനർജി റിക്വയർഡ് ടു എജക്റ്റ് ദ ഇലക്ട്രോൺ ഈസ് കോൾഡ് വർക്ക് ഫങ്ഷൻ. അതായത് ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ എജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന മിനിമം എനർജിയെ നമ്മൾ വർക്ക് ഫങ്ഷൻ എന്നാണ് വിളിക്കുക. അത് കാണാനുള്ള ഫോർമുല h/0. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ν0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസി. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, അതുപോലെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ തുടങ്ങിയവ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി മാക്സ് പ്ലാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ് ക്വാണ്ടം തിയറി.
ഈ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ: ഒന്ന്, ദ റേഡിയൻറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ എനർജി പാക്കറ്റ്സ് കോൾഡ് ക്വാണ്ട. അതായത് ഒരു ബോഡി റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നത് തുടർച്ചയായിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ടല്ല, മറിച്ച് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. ചെറിയ ചെറിയ എനർജി പാക്കറ്റുകളുടെ രൂപത്തിലാണ് ഏതൊരു ബോഡിയും റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ആ എനർജി പാക്കറ്റുകൾക്ക് വിളിക്കുന്ന പേരാണ് ക്വാണ്ട. ലൈറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. ലൈറ്റ് ആണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന എനർജി പാക്കറ്റുകളെ ക്വാണ്ട എന്നല്ല വിളിക്കുക, മറിച്ച് ഫോട്ടോൺ എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ദ എനർജി ഓഫ് ക്വാണ്ട ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അതായത് ഒരു ക്വാണ്ടയുടെ എനർജി, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ അടങ്ങിയിരിക്കുന്ന ഒരു ക്വാണ്ടയുടെ എനർജി എന്ന് പറയുന്നത് ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിക്ക് നേരനുപാതത്തിലാണ്. അതായത് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ക്വാണ്ടയുടെ എനർജിയും കൂടും. നമ്മൾ പഠിച്ചു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഗാമ റേസിനാണ് തൊട്ടടുത്തുള്ള എക്സ് റേസിനേക്കാൾ ഫ്രീക്വൻസി കൂടുതൽ. അപ്പോൾ ഗാമ റേസിൽ അടങ്ങിയിരിക്കുന്ന ക്വാണ്ടയുടെ എനർജി എക്സ് റേസിൽ അടങ്ങിയിരിക്കുന്ന ക്വാണ്ടയുടെ എനർജിയേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ. ഇ എന്ന് പറയുന്നത് എനർജിയാണ്, ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷനാണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഈക്വൽ ടു ആക്കാൻ വേണ്ടി കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇ ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ. ഈ ഇ ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ എന്ന ഇക്വേഷനെ നമ്മൾ പ്ലാങ്ക്സ് ഇക്വേഷൻ എന്നാണ് വിളിക്കുക. ഇവിടെ എച്ചിനെ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുക, എച്ച്. ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്, പ്രോബ്ലം ചെയ്യാനൊക്കെ വരും. എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. മൂന്നാമത്തെ പോയിൻറ്റ്, എ ബോഡി ക്യാൻ അബ്സോർബ് ഓർ എമിറ്റ് എനർജി ഓൺലി ഇൻ ടേംസ് ഓഫ് ഹോൾ നമ്പർ മൾട്ടിപ്പിൾസ് ഓഫ് ക്വാണ്ട. ഒരു ബോഡി റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുന്നത് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നത് ഓൺലി ഇൻ ദ ഫോം ഓഫ് ഹോൾ നമ്പർ മൾട്ടിപ്പിൾസ് ഓഫ് ക്വാണ്ട. അതായത് അത് ഇ ഈക്വൽ ടു എൻ എച്ച് ന്യൂ ആയിരിക്കും. അവിടെ എൻ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് ആയിട്ടുള്ള 1 2 3 4 എക്സെട്ര. അതായത് ഒരു ബോഡി റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത് ഒന്നുകിൽ 1 എച്ച് ന്യൂ ആയിരിക്കും, അല്ലെങ്കിൽ 2 എച്ച് ന്യൂ ആയിരിക്കും, 3 എച്ച് ന്യൂ ആയിരിക്കും. അങ്ങനെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾസ് ഓഫ് ക്വാണ്ടിയായിട്ട് മാത്രമേ അബ്സോർബ് ചെയ്യൂ, മറിച്ച് ഫ്രാക്ഷണൽ വാല്യൂസ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അതായത് ഇ ഈക്വൽ ടു 0.5 എച്ച് ന്യൂ അങ്ങനെ വരില്ല. ഇ ഈക്വൽ ടു 3/2 എച്ച് ന്യൂ. ഈ രീതിയിൽ ഫ്രാക്ഷണൽ വാല്യൂസ് ഒരിക്കലും വരില്ല. അതാണ് ഈ 3 പോയിന്റുകളാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ വരുന്നത്. എക്സ്പ്ലനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് യൂസിങ് മോഡിഫൈഡ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഐൻസ്റ്റീൻ മോഡിഫൈ ചെയ്ത് അദ്ദേഹമാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് മെറ്റലിൻ്റെ സർഫസിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റിലടങ്ങിയിരിക്കുന്ന ക്വാണ്ട അതിൻ്റെ എനർജി മെറ്റലിലെ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യും. ഇലക്ട്രോണിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് ആ മെറ്റലിൻ്റെ ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് എജക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു ഇലമെൻറ്റിൻ്റെ ആറ്റോമിക് സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസാണിത്. അതിലേക്ക് ഒരു പ്രത്യേക ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് പതിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫ്രീക്വൻസി, ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ മെറ്റലിൻ്റെ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ഈ വരുന്ന ലൈറ്റിൽ ഫോട്ടോൺസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്വാണ്ടകൾ ധാരാളം ഉണ്ടായിരിക്കും. ഈ ക്വാണ്ട ചെന്ന് ഇലക്ട്രോണിനെ കൊളൈഡ് ചെയ്യുകയും അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടയുടെ എനർജി ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺ അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് എജക്റ്റ് ചെയ്യപ്പെടും. അവിടെ കണ്ടീഷൻ പറയുന്നുണ്ട്, ദ ഇലക്ട്രോൺ വിൽ ബി എജക്റ്റഡ് ഫ്രം ദ മെറ്റൽ ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ക്വാണ്ട ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ദ മെറ്റൽ. മെറ്റലിൻ്റെ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ക്വാണ്ട ചെന്ന് കൊളൈഡ് ചെയ്താൽ മാത്രമേ ഇലക്ട്രോണുകൾ എജക്റ്റ് ചെയ്യപ്പെടൂ.
നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം എന്ന് പറയുന്ന മെറ്റൽ, ഇത് കെ എന്ന് പറഞ്ഞ പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം എന്ന് പറയുന്ന മെറ്റലിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് 5 × 10⁻14 ഹെർട്സ്. അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്ന മെറ്റലിൽ നിന്ന് ഇലക്ട്രോണുകൾ എജക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ 5 × 10⁻14 ഹെർട്സിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് അല്ലെങ്കിൽ ക്വാണ്ട വന്ന് പൊട്ടാസ്യം എന്ന് പറയുന്ന മെറ്റലിനെ കൊളൈഡ് ചെയ്യണം. അപ്പോഴേ ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യപ്പെടും. ഈ എക്സസ് എനർജി എങ്ങനെ കാണാം? എക്സസ് എനർജി കാണണമെങ്കിൽ എച്ച് ന്യൂവിൽ നിന്ന് എച്ച് ന്യൂ സീറോ കുറച്ചാൽ മതി. എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ്, മൈനസ് എച്ച് ന്യൂ സീറോ, ഇവിടെ ന്യൂ സീറോ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇത് രണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്നതിനെയാണ് നമ്മൾ എക്സസ് എനർജി എന്ന് വിളിക്കുക. ഈ എക്സസ് എനർജിയാണ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ ഈക്വൽ ടു കൈനറ്റിക് എനർജി. ഈ എച്ച് ന്യൂ സീറോനെ നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹാഫ് എം ബി സ്ക്വയർ ആണ്. അപ്പോൾ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ. ഇവിടെ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ആണ്. ഈ ഇക്വേഷൻ പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും, അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. എമിഷൻ സ്പെക്ട്രം. ഇവിടെ ഒരു സാമ്പിളിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എക്സൈറ്റ് ചെയ്യിപ്പിക്കുക പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹീറ്റ് എനർജി കൊടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി, ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഒരു സാമ്പിളിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. എക്സൈറ്റ് ചെയ്യുന്ന സാമ്പിൾ അതിൽ നിന്നും ലൈറ്റിനെ എമിറ്റ് ചെയ്യും. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ ഒരു സ്ലിറ്റിൽ കൂടി കടത്തിവിട്ട് ഒരു പ്രിസം വഴി കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേക വേവ് ലെങ്ത് ഉള്ള ഡിഫറെൻറ്റ് ലൈൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇതാണ് എമിഷൻ സ്പെക്ട്രത്തിൻ്റെ ചിത്രം. നിശ്ചിത വേവ് ലെങ്ത് ഉള്ള അനേകം ലൈൻസുകളായിട്ട് ഈ എക്സൈറ്റ് ചെയ്ത സാമ്പിളിൽ നിന്ന് വരുന്ന ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്യും. അതാണ് എമിഷൻ സ്പെക്ട്രം. എന്നാൽ രണ്ടാമത്തെ കേസ് നമുക്ക് കാണാം, അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇവിടെ ചെയ്യുന്നത് വൈറ്റ് ലൈറ്റിനെ ഒരു സാമ്പിളിൽ കൂടി കടത്തിവിടുകയാണ്. ഇവിടെയാണ് സാമ്പിൾ വെച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ അബ്സോർബിങ് സാമ്പിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ വൈറ്റ് ലൈറ്റിനെ ഒരു സാമ്പിൾ കൂടി കടത്തിവിട്ട് കഴിഞ്ഞാൽ ഈ സാമ്പിൾ നിശ്ചിത വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ മാത്രം അതിൽ നിന്നും അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ള ലൈറ്റിനെ അതിനുള്ളിൽ കൂടി പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ ലൈറ്റിനെ ഒരു സ്ലിറ്റ് വഴി കടത്തിവിട്ട് പ്രിസം വഴി കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇത് അനേകം ലൈൻസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ബ്രൈറ്റ് സ്പെക്ട്രത്തിലെ അനേക ഡാർക്ക് സ്പേസുകളായിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യപ്പെടുക. അത്തരത്തിലുള്ള ഒരു സ്പെക്ട്രത്തെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇവിടെ പ്രധാനമായ വ്യത്യാസം, ഇത് ഒരു അൺഎക്സൈറ്റഡ് സാമ്പിളാണ്. അതായത് ഇതിനെ ചൂടാക്കുകയോ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നിശ്ചിത വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ളതിനെ പുറത്തേക്ക് വിടും. എന്നാൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എക്സൈറ്റഡ് സാമ്പിളാണ്. അതായത് സാമ്പിളിന് നമ്മൾ ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് എമിഷൻ സ്പെക്ട്രത്തിൻ്റെ ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ്, എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഇതുപോലെ ഒരു ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് ലോ പ്രഷറിൽ നിറച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിനകത്ത് ലോ പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് നിറച്ച് അതിലേക്ക് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഹൈഡ്രജൻ സാമ്പിൾ എക്സൈറ്റ് ചെയ്യപ്പെടും. എങ്ങനെയാണ്? ആദ്യ ഹൈഡ്രജൻ മോളിക്യൂൾ ഹൈഡ്രജൻ ആറ്റമായിട്ട് ഡീകമ്പോസ് ചെയ്യുകയും ഈ ഹൈഡ്രജൻ ആറ്റങ്ങളെ എക്സൈറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നും ലൈറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ വരുന്ന ലൈറ്റിനെ ഒരു പ്രിസം വഴി കടത്തിവിട്ടപ്പോൾ അത് പ്രത്യേക ഫ്രീക്വൻസിയുള്ള അനേകം ലൈനുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കണ്ടു. അതിനെയാണ് നമ്മൾ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ആ ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രമാണ് ഈ കാണുന്നത്. ഈ ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രത്തിൽ നമ്മൾക്ക് 5 സെറ്റ് ഓഫ് ലൈൻസ് കാണാൻ സാധിക്കും. 5 സെറ്റ് ഓഫ് ലൈൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ലൈമൺ സീരീസ് എന്നാണ് വിളിക്കുക. ഈ സെറ്റ് ഓഫ് ലൈൻസിനെ വിളിക്കുക ലൈമൺ സീരീസ് എന്നാണ്. ലൈമൺ സീരീസ് അൾട്രാ വയലറ്റ് റീജിയനിലാണ് ഉണ്ടാകുക. അതായത് വിസിബിൾ റേഡിയേഷൻ്റെ UV റീജിയനിലാണ് ലൈമൺ സീരീസ് ഉണ്ടാകുക. അത് നമുക്ക് നെയ്ക്കഡ് ആയിക്കൊണ്ട് കാണാൻ സാധ്യമല്ല. രണ്ടാമത്തെ സെറ്റ് ഓഫ് ലൈൻസിനെ ബാൾമർ സീരീസ് എന്നാണ് വിളിക്കുക. ബാൾമർ സീരീസിൻ്റെ പ്രത്യേകത അത് നെയ്ക്കഡ് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്പെക്ട്രോസ്കോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, നെയ്ക്കഡ് ആയിക്കൊണ്ട് കാണാൻ സാധിക്കും. കാരണം അതുണ്ടാകുന്നത് വിസിബിൾ റീജിയനിലാണ്.
മൂന്നാമത്തെ സെറ്റ് ഓഫ് ലൈനിനെ നമ്മൾ പാഷൻ സീരീസ് എന്നാണ് വിളിക്കുക. പാഷൻ സീരീസ് നമുക്ക് കാണാൻ സാധിക്കില്ല, അത് ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഉണ്ടാകുക. നാലാമത്തേനെ ബ്രാക്കറ്റ് സീരീസ് എന്ന് വിളിക്കുക. ബ്രാക്കറ്റ് സീരീസ് നമുക്ക് കാണാൻ സാധിക്കില്ല, ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഒരു സെറ്റ് ഓഫ് ലൈൻസ് കൂടി ഉണ്ടാവും, ഫണ്ട് സീരീസ്. ഫണ്ട് സീരീസിനെ സംബന്ധിച്ചിടത്തോളം അതും ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രത്തിൽ ബാൾമർ സീരീസ് മാത്രമേ നമുക്ക് നെയ്ക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കൂ, അത് വിസിബിൾ റീജിയനിലാണ്. ലൈമൺ സീരീസ് UV റീജിയനിലും ബാക്കി 3 സീരീസ് ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഉണ്ടാകുക. ഇതിൽപ്പെട്ട ഈ ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രത്തിൽ ഉള്ള ലൈനുകളുടെ വ്യത്യസ്ത ലൈനുകളുടെ വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ്ബർഗ് എന്ന സയൻറ്റിസ്റ്റ് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ റൈറ്റ്ബർഗ് ഇക്വേഷൻ എന്നാണ് വിളിക്കുക. അതെന്താണ്? ന്യൂ ബാർ ഈക്വൽ ടു R ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഇവിടെ ന്യൂ ബാർ എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. ന്യൂ ബാർ ഈക്വൽ ടു R ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഇവിടെ കണ്ടീഷൻ n2 എന്ന് പറയുന്നത് n1നേക്കാൾ വലുതായിരിക്കണം. അതായത് n1 1 ആണെങ്കിൽ n2 2 3 4 5 ആവാം. അതാണ് പറഞ്ഞത് n2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ n1. ഇവിടെ R എന്ന് പറയുന്നത് റൈറ്റ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. റൈറ്റ്ബർഗ് കോൺസ്റ്റൻ്റ് വാല്യൂ R ഈക്വൽ ടു 1,09,677 cm/-1 ആണ്. ഇവിടെ നമുക്കറിയാം ന്യൂ ബാർ എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. അപ്പോൾ വേവ് നമ്പറിന് പകരം നമുക്ക് 1/λ എന്ന് എഴുതാം. കാരണം റെസിപ്രോക്കൽ ഓഫ് ദി വേവ് ലെങ്ത് ആണ് വേവ് നമ്പർ. അപ്പോൾ ന്യൂ ബാർ എന്നുള്ളതിന് പകരം നമുക്ക് 1/λ എന്നും എഴുതാൻ സാധിക്കും. അപ്പോൾ 1/λ ഈക്വൽ ടു R ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്നും റൈറ്റ്ബർഗ് ഇക്വേഷൻ പറയാൻ സാധിക്കും. ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റമാണ് ആറ്റത്തിൻ്റെ രണ്ടാമത്തെ മോഡൽ. അതിന് ചില പോരായ്മകളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രോബാക്സ്? ഒന്ന്, റൂദർഫോർഡ്സ് മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം ഇൻ ദ ലൈറ്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രപ്പോസ്ഡ് ബൈ മാക്സ്വെൽ. മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ പറയുന്നത് ഒരു ചാർജുള്ള പാർട്ടിക്കിളിനെ ചുറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ഓരോ ടേണിലും ഈ ഓപ്പോസിറ്റ് ചാർജുള്ള പാർട്ടിക്കിളിൻ്റെ എനർജി എമിറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ എനർജി കുറഞ്ഞു വന്ന് ഫൈനലി ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ ഓപ്പോസിറ്റ് ചാർജുള്ള പാർട്ടിക്കിളിൽ വന്ന് കൊളൈഡ് ചെയ്യുകയും ചെയ്യും എന്നാണ് മാക്സ്വെൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാണ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിൻ്റെ എനർജി ഓരോ ടേണിലും കുറഞ്ഞു വരികയും ഫൈനലി ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിനടുത്തേക്ക് വന്ന് ഇത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആറ്റം അൺസ്റ്റേബിൾ ആവും, സ്ഥിരതയില്ലാത്തതാവും. പക്ഷെ നമുക്കറിയാം ആറ്റം സ്റ്റേബിളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആറ്റം സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്നത് എന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ വെളിച്ചത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചില്ല. രണ്ടാമത്തെയാണ് റൂദർഫോർഡ്സ് മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൈൻ ലൈൻസ് ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രത്തിൽ എന്തുകൊണ്ടാണ് വിവിധ ലൈൻസുകൾ ഉണ്ടാകുന്നത്? ലൈമൺ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ സീരീസ് തുടങ്ങിയ ഗ്രൂപ്പ് ഓഫ് ലൈൻസ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചില്ല. മൂന്നാമത്തെ ഡ്രോബാക്കാണ് റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം ഡസ് നോട്ട് സേ എനിത്തിങ് അബൌട്ട് ദ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചർ, അതായത് ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് ഈ റൂദർഫോർഡ്സ് മോഡൽ ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.